സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് ഷേഖ് ദർവേസ് സാഹിബ് ഈ മാസം 30-നാണ് വിരമിക്കുന്നത്. പുതിയ പോലീസ് മേധാവിയെ അന്ന് തന്നെ തീരുമാനിക്കണം. കേന്ദ്രം നൽകുന്ന 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് ഒരാളെയാണ് സർക്കാർ നിയമിക്കുക. സംസ്ഥാനം നൽകിയ 6 ഉദ്യോഗസ്ഥരുടെ പട്ടിക പരിഗണിക്കാൻ UPSC യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും ഈ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ 3 പേരുടെ ചുരുക്കപ്പട്ടിക മുഖ്യമന്ത്രിക്ക് നൽകാനായി സീൽ ചെയ്ത കവറിൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയാണ് പതിവ്. പട്ടിക മന്ത്രിസഭ പരിഗണിച്ച് പുതിയ പോലീസ് മേധാവിയെ തീരുമാനിക്കുന്നതാണ് കീഴ്വഴക്കം. മുഖ്യമന്ത്രിക്ക് മാത്രമായി തീരുമാനമെടുക്കാനുള്ള വ്യവസ്ഥയുമുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗം 30-നാണ്. അന്ന് തന്നെയാണ് ഷേഖ് ദർവേസ് സാഹിബ് വിരമിക്കുന്നത്. അതുകൊണ്ട് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് കാത്തിരിക്കാതെ മുഖ്യമന്ത്രി തന്നെ തീരുമാനമെടുത്തേക്കും. റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ, കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സെക്യൂരിറ്റി സെക്രട്ടറി റവാഡ ചന്ദ്രശേഖർ, ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിലെ ആദ്യ 3 പേരുകാർ. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം, ബറ്റാലിയൻ ADGP MR അജിത് കുമാർ, SPGയുടെ ഉപമേധാവി സുരേഷ് രാജ് പുരോഹിത് എന്നിവരും 6 പേരുടെ പട്ടികയിലുണ്ട്. ഇതിൽ ആദ്യ 4 പേരുകാരും DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. ആദ്യ 3 പേരെ ഒഴിവാക്കിയാൽ 4-ാം സ്ഥാനത്തുള്ള മനോജ് എബ്രഹാമിനാണ് സാധ്യത. നിതിൻ അഗർവാളിനോ റവാഡ ചന്ദ്രശേഖറിനോ ലഭിച്ചാൽ 1 വർഷം കൂടി സർവീസ് നീട്ടിക്കിട്ടും. 2026-ലാണ് ഇരുവരും വിരമിക്കേണ്ടത്. യോഗേഷ് ഗുപ്തയെ പരിഗണിക്കുന്നതിൽ സർക്കാരിന് താൽപ്പര്യമില്ലെന്നാണ് അറിവ്. ADGP MR അജിത് കുമാറിനെ തീരുമാനിക്കാനുള്ള വിദൂര സാധ്യത സംബന്ധിച്ച ചർച്ചകളും സജീവമാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.